ഓം നമ ശിവായ. എല്ലാവർക്കും ആത്മാ പ്രണാമം. ശരനൂൽ യോഗശാസ്ത്ര പഠനത്തിനായി ഈ ഗ്രൂപ്പിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരെയും ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം സ്നേഹാദരപൂർവം ഈ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആചാര്യ കൃഷ്ണകുമാർ. ശരനൂൽ യോഗത്തിൻ്റെ ക്ലാസ്സുകൾ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്കായി എടുക്കുന്നത് ഞാനാണ്. എന്താണ് ശരനൂൽ, എന്തിനാണ് ശരനൂൽ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മുമ്പ് യൂട്യൂബിൽ സംസാരിച്ചിരുന്നു. ആ യൂട്യൂബ് ഓഡിയോ കേട്ടുകൊണ്ടിട്ടാണ് നിങ്ങളിൽ ധാരാളം പേർ ഈ ഗ്രൂപ്പിൽ ശരനൂൽ പഠിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി, എന്ന താല്പര്യത്തോടുകൂടി അംഗങ്ങളായിരിക്കുന്നത്. ശരനൂൽ ശാസ്ത്രം അതിപൗരാണികവും അതിനിഗൂഢവുമായ ഒരു ആധ്യാത്മിക പരിശീലന ശാസ്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരനൂൽ പഠിക്കുന്നതിന് ഇന്ന ജാതി, ഇന്ന മതം, ഇന്ന രാഷ്ട്രക്കാരൻ, സ്ത്രീ, പുരുഷൻ ഇങ്ങനെയുള്ള യാതൊരു ഭേദങ്ങളുമില്ല. ശരം എന്നാൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രാണശക്തിയാണ് ശരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൂൽ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ നൂലെന്ന് പറയും. കുറെ കൂടി സൂക്ഷ്മമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 70,000 നാഡീ സംവിധാനങ്ങൾ, പ്രാണശക്തി ഒഴുകുന്ന 70,000 നാഡീ സംവിധാനങ്ങളെ നൂൽ എന്ന് പറയും. അതിൽ തന്നെ ഇടാപിംഗള, സുഷുമ്ന നാഡികൾ, ഇതും പ്രധാന നൂലുകളാണ്. അപ്പം ശരനൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരങ്ങൾ, അതിനെപ്പറ്റി നമുക്ക് പറയാം. ഇതിലൂടെ ഒഴുകുന്ന പ്രാണശക്തിയെ അറിയുവാനും അറിഞ്ഞ് അതിനെ നിയന്ത്രിക്കുവാനും നിയന്ത്രിതമായ ശക്തിയെ നമ്മളുടെ ശാരീരിക, മാനസിക, ബൗദ്ധിക, ആത്മീയ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുവാനുമായിട്ടാണ് ഈ വിദ്യ ഋഷികൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ശരനൂൽ യോഗം ഒരേ സമയം തന്നെ ആത്മബോധം നൽകുന്ന, ആത്മസാക്ഷാത്കാരം നൽകുന്ന, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന കടവുൾ, ആ ഈശ്വരനെ, ആ ബ്രഹ്മത്തെ, ആ പരമേശ്വര ചൈതന്യത്തെ, ആ ദൈവീക ചൈതന്യത്തെ തിരിച്ചറിയുന്നതിനുള്ള ഒരു പരിശീലനമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുന്ന ഭൗതിക ജീവിതം, ഈ ജീവിതത്തെ ശാന്തസുന്ദരമാക്കാനും ആരോഗ്യകരമാക്കാനും ആനന്ദഭരിതമാക്കാനും സഹായിക്കുന്ന ഒരു വിദ്യയാണ് ശരനൂൽ എന്ന് പറയുന്നത്. അപ്പോൾ ശരനൂൽ യോഗം ആർക്കും പഠിക്കാം, ഏത് പ്രായത്തിലുള്ളയാൾക്കും പഠിക്കാം. ഇതിന് പ്രത്യേകിച്ച് നിയമങ്ങളോ വ്രതങ്ങളോ ഇല്ല. നിങ്ങൾ വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തമല്ല. നിങ്ങൾ സ്ത്രീയോ പുരുഷനോ എന്നുള്ള യാതൊരു ഭേദങ്ങളുമില്ല. നിങ്ങൾ ഇന്ത്യക്കാരനോ അമേരിക്കക്കാരനോ എന്നുള്ള ഭേദമില്ല. ഏത് മനുഷ്യനും അഭ്യസിക്കാവുന്ന ശാസ്ത്രമാണ് ശരയോഗ വിദ്യ, അല്ലെങ്കിൽ ശരനൂൽ യോഗം, ശരശാസ്ത്രം, സ്വരശാസ്ത്രം എന്നൊക്കെ ഋഷികൾ വിളിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് ഹിമാലയൻ സിദ്ധാശ്രമ പാരമ്പര്യത്തിലാണ്. അതായത് ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശാസ്ത്രവിദ്യകളെ പരാവിദ്യകൾ എന്ന് പറയുന്നു. അതായത് ആത്മജ്ഞാനം, ഈശ്വരീയ അവബോധം അത് നേടിത്തരുന്ന വിദ്യകളാണ് പരാവിദ്യകൾ, ജ്ഞാനവിദ്യകൾ എന്ന് പറയും. മറ്റൊരു തലം അപരാവിദ്യകളാണ്, വിജ്ഞാനങ്ങൾ എന്ന് പറയും. നമ്മൾ പറയുന്ന ആയുർവേദം, അതുപോലെ തന്നെയുള്ള ഭൗതികമായ എല്ലാ അറിവുകളും വിജ്ഞാന മേഖലയിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അപര വിദ്യകളുടെ പഠനം വളരെ പൗരാണിക കാലം മുതൽ തന്നെ ഭാരതത്തിൽ നടന്നു വരുന്നിരുന്നു. പഴയകാല ഗുരുകുലങ്ങളിൽ ശിഷ്യന്മാരെ ഗുരുക്കന്മാർ പഠിപ്പിച്ചിരുന്ന ആധ്യാത്മിക വിദ്യകളിൽ ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന വിദ്യ കൂടിയാണ് ശരനൂൽ എന്ന് പറയുന്നത്. ശ്വാസത്തെ നിയന്ത്രിച്ച്, ശ്വാസത്തിന് പിന്നിലെ പ്രാണനെ അറിഞ്ഞ്, പ്രാണ അവബോധം നേടി, പ്രാണജയം നേടി, പ്രാണസിദ്ധി നേടി, ഈ പ്രാണശക്തിയെ ഭൗതികാത്മീയ രംഗങ്ങളിൽ നമ്മളുടെ വിജയത്തിനായിട്ട് ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ശരയോഗത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. അതിനെന്ത് വേണം? ആദ്യം ഈ ശരത്തെ, ശ്വാസത്തെ, അതിന് പിന്നിലെ പ്രാണനെ നമ്മൾ അറിയണം. വലത് നാഡിയിലൂടെയുള്ള ശ്വസനം, ഇത് പിംഗലാനാഡി, പുരുഷനാഡി എന്നറിയപ്പെടുന്നു. ഇടത് നാഡിയിലൂടെയുള്ള ശ്വസനം, ഇത് ചന്ദ്രനാഡി എന്നറിയപ്പെടുന്നു, സ്ത്രീനാഡി എന്നറിയപ്പെടുന്നു. വലത് നാഡി സൂര്യനാഡിയാണ്, അതിന് ചൂടാണ്.
ഇടത് നാഡി സ്ത്രീനാഡിയാണ്, ചന്ദ്രനാഡിയാണ്, അതിന് തണുപ്പാണ്. അപ്പം ഇതിലൂടെ ഒഴുകുന്ന പ്രാണചൈതന്യത്തെ നമുക്ക് നിയന്ത്രിക്കുവാനും ആ നിയന്ത്രിച്ച പ്രാണചൈതന്യത്തെ ഉപയോഗിച്ച് എല്ലാ മേഖലകളിലും വിജയിക്കുവാനുമാണ് ശരയോഗം നമ്മളെ പ്രാപ്തമാക്കുന്നത്. ശരയോഗത്തിൻ്റെ യഥാർത്ഥ തലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ശരയോഗം അതിപൗരാണികമായ ഒരു ശാസ്ത്രമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഈശ്വരനിൽ നിന്ന്, പരമേശ്വരനിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ട ശാസ്ത്രമാണ്. മഹത്തായ ഋഷി, ഗുരു, ആചാര്യ പരമ്പരകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ശാസ്ത്രമാണ്. ഭാരതീയമായ ശാസ്ത്രമാണ്. ഇതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ഹിമാലയൻ പാരമ്പര്യം. നമ്മൾ പറയാറുണ്ട് സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. പരമേശ്വരനിൽ നിന്ന്, സദാശിവനിൽ നിന്ന് ആരംഭിച്ച് ആദിശങ്കരൻ മധ്യമമായി എൻ്റെ ഗുരു വരെ എത്തി നിൽക്കുന്ന ഗുരുക്കന്മാരെ, പരമ്പരകളെ വന്ദിക്കുന്നു എന്നുള്ളൊരു ഗുരുപരമ്പര വന്ദന ധ്യാന ശ്ലോകമാണത്. അപ്പോൾ എല്ലാ വിദ്യകളും, ഭാരതീയമായ സർവ്വവിദ്യകളും ഭഗവാൻ പരമേശ്വരനിൽ നിന്ന്, മഹാദേവനിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടാണ് പറയാം. നമ്മൾ യോഗശാസ്ത്രം പഠിക്കുകയാണെങ്കിലും തന്ത്രശാസ്ത്രം പഠിക്കുകയാണെങ്കിലും ഒക്കെ നമുക്കിത് കാണാൻ പറ്റും. ശിവൻ പാർവതിയോട് പറഞ്ഞത് ആഗമശാസ്ത്രങ്ങൾ, പാർവതി ശക്തി ശിവനോട് സംസാരിച്ചത് നിഗമ ശാസ്ത്രങ്ങൾ. ഇതിൽ എല്ലാ ശാസ്ത്രങ്ങളും ഉൾപ്പെടുന്നു. യോഗയാകട്ടെ, തന്ത്രമാകട്ടെ, വേദാന്താകട്ടെ, ഏത് വിജ്ഞാനങ്ങളും ആഗമ നിഗമ ശാസ്ത്രങ്ങളുടെ ഭാഗമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ തികച്ചും നമ്മൾ ഈ പഠിക്കുന്ന ഈ ഒരു വിദ്യ ഭാരതീയമാണ്, പൗരാണികമാണ്, ആധ്യാത്മികമാണ്, ദൈവികമാണെന്നറിയാം. അപ്പം അതേ ഒരു പവിത്രതയോടുകൂടി, അതേ ഒരു ഭക്തിയോടെ, വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ നമ്മളിത് പഠിക്കണം. നമ്മൾ ഏത് മതക്കാരനാണെങ്കിലും ഇത് പഠിക്കാം. മതം എന്നുള്ളത് മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. ഇത് മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് മഹാഋഷികൾ മനുഷ്യലോകത്തിൻ്റെ നന്മയ്ക്കായി പകർന്നു കൊടുത്തതാണ്. പ്രത്യേകിച്ചും കലികാലത്തിൽ വന്നപ്പോൾ, പ്രത്യേകിച്ചും ഈ അത്യന്താധുനിക യുഗത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, രാഷ്ട്രത്തിൻ്റെ പേരിലൊക്കെ മാറി മാറി നിൽക്കുകയാണ്. ഇത്തരം മഹത്തായ വിദ്യകൾക്ക് പോലും അതിർവരമ്പുകൾ നിശ്ചയിച്ചു. അങ്ങനെയല്ല ഋഷി പറയുന്നത്. എല്ലാവരും ഈശ്വരൻ്റെ സന്താനങ്ങളാണ്. അമൃതസ്യ പുത്ര, അമൃതത്വത്തിന്, ആത്മസാക്ഷാത്കാരത്തിന് അർഹരാണ് ഓരോ മനുഷ്യരും എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത്, ഈശ്വരനല്ല. അപ്പോൾ ശരയോഗം, ശരനൂൽ വിദ്യ പഠിക്കുന്നതിന് നിങ്ങളുടെ മതവിശ്വാസങ്ങളൊന്നും വിഷയമല്ല. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണോ ആ വിശ്വാസം അതേപോലെ തുടരുക, ആ ആചാരങ്ങൾ അതേപോലെ തുടരുക. ശരയോഗം പഠിക്കുമ്പോൾ ശരയോഗത്തിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. നമ്മൾ പറഞ്ഞു ഋഷിപ്രോക്തമായ വിദ്യയാണ്, ഭാരതീയ ഗുരുപരമ്പരയിൽ വരുന്ന വിദ്യയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ യൗകികമായ മെത്തേഡുകളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. പ്രാണായാമങ്ങൾ, മന്ത്രജപങ്ങൾ, ധ്യാന പരിശീലനങ്ങൾ, യോഗമുദ്രാ പരിശീലനങ്ങൾ, യോഗബന്ധ പരിശീലനങ്ങൾ, സൂക്ഷ്മയോഗാവിദ്യകൾ, ഗൂഢതന്ത്രവിദ്യകൾ, സിദ്ധവിദ്യകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്രമായൊരു ശാസ്ത്രമാണ് ശരയോഗം. അതായത് ശരീരത്തിനുള്ള പരിശീലനം, മനസ്സിനുള്ള പരിശീലനം, ബുദ്ധിക്കുള്ള പരിശീലനം, നമ്മുടെ ആത്മജ്ഞാനത്തെ ഉണർത്തുന്നതിന് വേണ്ടി ചക്രങ്ങളിലുള്ള പരിശീലനം, നമ്മൾ പറയുന്ന പ്രാണ, അപാന, സമാന, ഉദാന, വ്യാന, കൃകല, നാഗ, കുർമ്മ, ദേവദത്ത, ധനഞ്ജയ, ദശപ്രാണന്മാരെ നിയന്ത്രിക്കുന്നതിനുള്ള പരിശീലനങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്രമായൊരു ശാസ്ത്രമാണ് ശരയോഗം എന്ന് പറയുന്നത്. നമ്മൾ ഈ തിയറി അധികം ഇപ്പോൾ നീട്ടുന്നില്ല, നമുക്ക് ആദ്യം ബോറടിക്കും. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഇത്രയേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ ഈ ഒരു ആമുഖ ക്ലാസ്സിൽ. ശരയോഗം എന്ന് പറയുന്നത് നമുക്ക് ഭൗതികവും ആത്മീയവുമായ പുരോഗതി നേടിത്തരുന്നൊരു വിദ്യയാണ്. ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിനെയും ആരോഗ്യവത്താക്കുന്ന വിദ്യയാണ്. നമ്മളുടെ കുടുംബജീവിതത്തെയും നമ്മളുടെ പ്രൊഫഷൻ, നമ്മളുടെ ജോലിയെയും നമ്മളുടെ സാമൂഹിക ജീവിതത്തെയും ഈ രാഷ്ട്രത്തിലുള്ള നമ്മളുടെ ജീവിതത്തെയും ഈ ലോക ജീവിതത്തെയും സുഖസമ്പന്നമാക്കാൻ, ശാന്തമാക്കാൻ പോകുന്ന അതിമഹത്തായ അനുഷ്ഠാനക്രിയകൾ ഉൾക്കൊള്ളുന്നൊരു വിദ്യയാണ്. നമ്മളുടെ ഏത് ആഗ്രഹവും നേടിത്തരാൻ സാധിക്കുന്ന വിദ്യയാണ്. ശാരീരികമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നു. പാരമ്പര്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നു. ശരീരത്തിന് കായകൽപ്പം എന്ന് വെച്ചാൽ അതീവമായ ബലം ശരീരത്തിന് നൽകുന്നു. മനസ്സിനെ ശാന്തമാക്കുന്നു, സ്വസ്ഥമാക്കുന്നു. മനസ്സിൻ്റെ ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിപ്പിക്കുന്നു. മനോജന്യ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു. മാനസിക പ്രശ്നങ്ങളെ നിവാരണം ചെയ്യുന്നു. സ്നേഹം, കൃപ, സഹാനുഭൂതി, ദയ തുടങ്ങിയ മാനസിക ഗുണങ്ങളെ നമ്മളിൽ വർദ്ധിപ്പിക്കുന്നു. മനസ്സിൻ്റെ അതിസൂക്ഷ്മ തലങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്നു. ബോധമനസ്സിനെയും ഉപബോധമനസ്സിനെയും അവബോധമനസ്സിനെയും അതീത മനസ്സിനെയും സ്വാധീനിക്കാനും അതിലൂടെ മനുഷ്യജീവിതത്തെ ശാന്തസുന്ദരമാക്കാനും ശരയോഗം നമ്മളെ സഹായിക്കുന്നു. ബുദ്ധിയെ
ശക്തമാക്കാൻ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ, അൽഷിമേഴ്സ്, ഡിമെൻഷ്യ പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഈ വിദ്യ സഹായകരമാണ്. ബുദ്ധിയുടെ അതീന്ദ്രിയമായ തലം, 6ാം തലം, 6th സെൻസ്, അതീന്ദ്രിയ ജ്ഞാനത്തെ, 3rd ഐയെ ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്ന വിദ്യയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു മനുഷ്യ ജീവിതത്തിന് ഭൗതികവും ആത്മീയവുമായ 2 തലങ്ങളുണ്ടെന്ന് ഋഷികൾ പറയുന്നു. ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങൾ പോലെ ഭൗതികവും ആത്മീയവും. ഇത് രണ്ടും വിരുദ്ധമല്ല. ആത്മീയ പുരോഗതി ഉണ്ടാകുന്നതിന് ഭൗതിക ജീവിതത്തെ ഉപേക്ഷിക്കേണ്ട. ഭൗതിക ജീവിതം തുടർന്ന് തന്നെ നിങ്ങൾക്ക് ആധ്യാത്മിക ജീവിതം നയിക്കാൻ പറ്റും. അതിന് നമ്മളെ സഹായിക്കുന്ന, പ്രാപ്തമാക്കുന്ന അതിശക്തമായ വിദ്യയാണ് ശരയോഗം. നമ്മൾ ഹിമാലയൻ സിദ്ധാശ്രമം എന്ന മഹാപരമ്പരയുടെ, ആദി ഗുരുപരമ്പരയുടെ ഭാഗമാണ്. പരമപൂജനീയ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന മഹാഗുരു ചിട്ടപ്പെടുത്തിയ യോഗ തന്ത്ര മഹാവിദ്യകളാണ് ഹിമാലയൻ സിദ്ധാശ്രമം കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് കേരളത്തിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ ശരയോഗം മാത്രമല്ല നമ്മളുടെ കോഴ്സിലുള്ളത്. ശിവകുണ്ഡലിനി യോഗം, ശിവരാജയോഗം തുടങ്ങിയ ഉന്നതമായ വിദ്യകൾ, തന്ത്രയോഗ വിദ്യകൾ, വിവിധ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 10,000-ലധികം സ്റ്റുഡൻസ് നമുക്ക് ഈ പഠനങ്ങളിൽ വളരെയധികം ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ തന്നെ ഭാഗമായ തമിഴ് സിദ്ധ പാരമ്പര്യം, അതിൽ അഗസ്ത്യ പാരമ്പര്യം എന്ന് പറയും. ആ അഗസ്ത്യ പാരമ്പര്യത്തിലെ കാര്യങ്ങളാണ്, വിദ്യകളാണ് ശരയോഗവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അഗസ്ത്യ ശരനൂൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ശിവസ്വരോദയം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ഈ രണ്ട് ഗ്രന്ഥങ്ങളിലാണ് ശരയോഗത്തെ പറ്റിയിട്ടുള്ള പലതരത്തിലുള്ള സൂചനകളുള്ളത്, പല വിദ്യകളുള്ളത്. എന്നാൽ ശരയോഗത്തിൻ്റെ ഗൂഢവിദ്യകളൊന്നും തന്നെ ഗ്രന്ഥാധിഷ്ഠിതമല്ല, എന്ന് വെച്ചാൽ പുസ്തകത്തിലില്ല. ഇത് ഗുരു ശിഷ്യ പ്രശിഷ്യ പാരമ്പര്യത്തിലൂടെ പകർന്നു തരുന്നതാണ് ഇതിലെ ഓരോ ടെക്നിക്കുകളും. പഠന രീതി നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ബേസിക് ലെവൽ എന്ന് പറയുന്നതിന് 4 തലങ്ങളുണ്ട്. 4 തലങ്ങളെന്ന് വെച്ചാൽ 10, 10, 10, 10, അതായത് 10 ദിവസം വീതം ചെയ്യേണ്ട പ്രാക്ടീസുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമ്മൾ ശരയോഗ പഠനത്തിൽ ആദ്യം തന്നെ വലിയ സിദ്ധാന്തങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോൾ ശിവസരോദയം എടുത്തു വെച്ചാൽ, അല്ലെങ്കിൽ അഗസ്ത്യ ശരനൂൽ എടുത്തു വെച്ചാൽ, അത് എടുത്തു വെച്ച് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ബുദ്ധി കുറവുള്ളത് കൊണ്ടല്ല, കാരണം ഈ വിദ്യകളെ പറ്റിയുള്ള പരാമർശങ്ങൾ മാത്രമാണ് പല ഗ്രന്ഥങ്ങളിലും ഉള്ളത്. പലതും തമിഴിലും, പഴയ പ്രാചീന തമിഴിലും സംസ്കൃതത്തിലുമൊക്കെയാണ്. ഇന്ന് തമിഴും സംസ്കൃതവും ഒക്കെ അറിയാവുന്നവർ കുറവാണ്. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കുറവാണ്. അതുകൊണ്ട് ഗ്രന്ഥാധിഷ്ഠിതം ആയിട്ട് നമുക്കിത് പഠിക്കാൻ സാധ്യമല്ല. അതായത് ഒരു പുസ്തകം വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു വിദ്യയല്ല ശരനൂൽ എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒരു പാരമ്പര്യത്തിലാണ് പഠിക്കേണ്ടത്. അപ്പം ഞാൻ ഈ വിദ്യകളൊക്കെ പഠിച്ചത് ഹിമാലയൻ സിദ്ധാശ്രമ പാരമ്പര്യത്തിൽ ഗുരുനാഥൻ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസരുടെ പരമ്പരയിൽ നിന്നിട്ടാണ്. അത് ശിവകുണ്ഡലിനി യോഗമാകട്ടെ, തന്ത്രയോഗമാകട്ടെ, ശരയോഗമാകട്ടെ, സിദ്ധവിദ്യകളാകട്ടെ, ഇതെല്ലാം ആ പരമ്പരയിൽ നിന്ന് പഠിക്കുന്നതാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ എഴുതിയുണ്ടാക്കിയ വിദ്യകളല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ ആ പരമ്പരയുടെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഇതിലെ ഒരു വാക്ക് പോലും, ഇതിലെ ഒരു ടെക്നിക്ക് പോലും ഞാൻ വികസിപ്പിച്ചതല്ല. അതിമഹത്തായ പരമ്പര നൽകിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം തെളിയിക്കപ്പെട്ട വിദ്യകളാണ്. അപ്പോൾ അതേ പവിത്രതയോടെ, ആദ്യം പറഞ്ഞതുപോലെ അതേ പവിത്രതയോടെ നിങ്ങൾ പഠിക്കണം. നമ്മളുടെ പഠന രീതി പറഞ്ഞു, 4 ഘട്ടങ്ങളായിട്ട് ബേസിക് ലെവലിനെ തിരിച്ചിട്ടുണ്ട്. 10, 10, 10, 10, 4 ഇതായിട്ട് ചെയ്യേണ്ട പ്രാക്ടീസുകളാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിശീലനങ്ങളുടെ നോട്ട്സും അതിൻ്റെ ഓഡിയോസും അതിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ ഗ്രൂപ്പിൽ തരും. അത് കണ്ട് നിങ്ങളൊരു നോട്ട് ബുക്കിൽ ഇത് എഴുതി വെക്കണം. ഒരു നോട്ട്ബുക്ക് എന്തായാലും ശരയോഗ പഠിതാക്കൾക്ക് വേണം. നിങ്ങളുടെ സംശയങ്ങൾ കുറിച്ച് വെക്കണം. നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ അതെന്നാണെന്ന് അറിയിക്കും. അത് രാവിലെ 5 മണി മുതൽ 6 മണി വരെയോ, അല്ലെങ്കിൽ രാത്രി 9 മണി മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ ഗൂഗിൾ മീറ്റിലോ യൂട്യൂബ് ലൈവിലോ നമ്മളുടെ ക്ലാസ്സുകൾ വരും. അത് ക്ലാസ് പങ്കെടുക്കാൻ പറ്റിയില്ല, സമയക്കുറവുണ്ട്. ഇപ്പോൾ UK-യിലും അമേരിക്കയിലും ഒക്കെ ഉള്ളവർക്ക് ആ സമയം ഇന്ത്യൻ സമയമായിട്ട് വ്യത്യാസപ്പെടും. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന നോട്ട്സും നിങ്ങൾ 10 ദിവസം ചെയ്യേണ്ട പ്രാക്ടീസിൻ്റെ ഓഡിയോസും വീഡിയോസും കൃത്യമായി കണ്ട് ഒരു നോട്ട് ബുക്കിൽ എഴുതി മനസ്സിലാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ലളിതമായ സിദ്ധപ്രാണായാമങ്ങളും ചില പ്രത്യേക യോഗമുദ്രകളും യോഗബന്ധങ്ങളും ധ്യാന പരിശീലനങ്ങളും സങ്കല്പക്രിയകളും ഒക്കെ നമ്മൾ ശരനൂലിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആ രീതിയിലാണ് നമ്മളുടെ പഠനം മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുക.
അപ്പോൾ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നോട്ട് എഴുതി മനസ്സിലാക്കുക, അത് ചെയ്തു നോക്കുക. എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ നേരിട്ടാലും ഗ്രൂപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വാട്സപ്പിലോ എനിക്ക് മെസ്സേജ് അയക്കാം. തമിഴ് സിദ്ധ പാരമ്പര്യത്തിലെ അഗസ്ത്യ പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരുന്നത്. അത് ഹിമാലയൻ സിദ്ധാശ്രമ പാരമ്പര്യവുമായിട്ട് കണക്ട് ചെയ്ത വിദ്യകളാണ് പഠിപ്പിക്കുന്നത്. ശരയോഗം, ശരനൂൽ യോഗം, സ്വരയോഗം, ശിവസരോദയം, ശിവകുണ്ഡലിനി യോഗം, ഇതൊക്കെ പഠിപ്പിക്കുന്ന അനേകം പരമ്പരകൾ ഭാരതത്തിലുണ്ട്. അവരുപയോഗിക്കുന്ന മാർഗങ്ങൾ, ടെക്നിക്കുകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാൻ മുന്നേ പഠിച്ച രീതിയല്ലല്ലോ ഈ രീതിയിലെന്ന് പറയരുത്. നമ്മൾ ഉപയോഗിക്കുന്നത് തമിഴ് സിദ്ധ പാരമ്പര്യത്തിലെ അഗസ്ത്യ പാരമ്പര്യമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അതിലെ വിദ്യകളാണ്. അപ്പോൾ നിങ്ങൾ വേറെ തമിഴ് സിദ്ധ പാരമ്പര്യത്തിലോ അതല്ലാത്ത പാരമ്പര്യത്തിലോ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് തുറന്ന മനസ്സോടെ പഠിക്കുകയാണ്. ഓക്കെ, ഇതിലെന്താണോ പറയുന്നത് അത് നിങ്ങൾ ശരിയായി മനസ്സിലാക്കി പഠിക്കുക. ഒരു കാര്യം ഉറപ്പ് പറയാം, 41 ദിവസം ഈ പറയുന്ന ടെക്നിക്കുകൾ കൃത്യമായി നിങ്ങൾ വീട്ടിൽ ചെയ്താൽ എന്താണ് ശരമെന്നും എങ്ങനെയാണ് ശരം ആ പ്രാണൻ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്നതെന്നും അതെങ്ങനെ നമ്മുടെ ഉള്ളിൽ സ്പന്ദിക്കുന്നുവെന്നും അതിനെ എങ്ങനെ നമ്മുടെ കൺട്രോളിലാക്കാമെന്നും അതിലൂടെ ഭൗതിക ആത്മീയ രംഗങ്ങളിൽ എങ്ങനെ മുന്നേറാമെന്നും അതിനെപ്പറ്റി ശരിയായൊരു ധാരണ നിങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒറ്റ കാര്യം ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, ഇതാണ് ഏത് മേഖലയിലും വിജയിക്കാനുള്ള മാർഗം. 20 മുതൽ 30 മിനിറ്റ് വരെയാണ് ഇത് പരിശീലിക്കാനായിട്ട് വേണ്ടി വരുന്നത്. ഇടയ്ക്ക് മുടങ്ങിപ്പോയി എന്ന് കരുതി അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പരമാവധി മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം ബ്രഹ്മമുഹൂർത്തം, സരസ്വതി യാമം ഈ പരിശീലനത്തിന് ഏറ്റവും ഉത്തമമാണ്. ഇല്ലെങ്കിൽ രാവിലെ 8 മണി വരെയുള്ള സമയം ഉത്തമം. വൈകിട്ട് സൂര്യ അസ്തമയത്തിന് 6 മണിക്കാണ് സൂര്യൻ അസ്തമിക്കുന്നതെങ്കിൽ 5:30 മുതൽ ഉള്ള സമയം ശരയോഗാഭ്യാസത്തിന്. കാരണം ഇടയും പിങ്കളയും സൂര്യചന്ദ്ര നാഡികളും അതിലൂടെയുള്ള പ്രാണൻ്റെ ഒഴുക്കും നമ്മളുടെ ശരീരവും മനസ്സും ബോധവും ചക്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ശരയോഗ വിദ്യകൾ വരിക. അപ്പോൾ ഈ സന്ധ്യകൾ, പ്രാതസന്ധ്യ, രാവിലെയുള്ള സമയം, മധ്യാഹ്ന സന്ധ്യയുണ്ട്, ഉച്ചയ്ക്കുള്ള സമയത്ത് പ്രാക്ടീസുകളുണ്ട്. പക്ഷെ നമ്മളൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് അത് സാധ്യമാകണമെന്നില്ല. വൈകിട്ട് ഉള്ള സമയം ഒരു നേരവും പ്രാക്ടീസ് ചെയ്യാം, 2 നേരവും പ്രാക്ടീസ് ചെയ്യാം, 3 നേരവും നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. ഒരു നേരമെങ്കിലും ദിവസത്തിൽ പ്രാക്ടീസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായി പരിശീലിച്ചാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ. നമുക്കൊരു പനി വരുമ്പോൾ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് മരുന്ന് മേശപ്പുറത്ത് കൊണ്ടുവച്ചാൽ നിങ്ങളുടെ രോഗം മാറില്ല. മരുന്ന് കഴിക്കണം, ടോണിക്ക് കുടിക്കണം. എന്ന പോലെ ശരയോഗം പഠിക്കണം, ഇതെന്താണെന്നറിയണം. അത് ശരയോഗം കൊണ്ട് ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായ പുരോഗതി, ശാന്തി, സന്തോഷം, അറിവ്, ഭൗതികാത്മീയ മേഖലയിലെ വിജയം ഇത് നേടുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് എല്ലാവരും അംഗങ്ങളായിരിക്കുന്നത്. സത്യമായ ശാസ്ത്രമാണ്, ഗുരുക്കന്മാർ നൽകിയ ശാസ്ത്രമാണ്, പരമേശ്വരൻ തന്ന ശാസ്ത്രമാണ്, സിദ്ധപാരമ്പര്യത്തിലെ ശാസ്ത്രമാണ്. ആത്മാർത്ഥതയോടെ, ശ്രദ്ധയോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ, പൂർണ്ണമായ ലയനത്തോടെ പ്രാക്ടീസ് ചെയ്യൂ. 41 ദിവസം കഴിയുമ്പോൾ കൃത്യമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. 41 ദിവസമൊന്നും വേണ്ട, 21 ദിവസം കഴിയുമ്പോൾ തന്നെ ശരം, പ്രാണൻ, അതിൻ്റെ തുടിപ്പ്, മിടിപ്പ്, സ്പന്ദനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നതും ഉള്ളിൽ ആനന്ദം നിറയുന്നതും സ്വയം അനുഭവിക്കാൻ കഴിയും. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. മഹാദേവനും ഗുരുപരമ്പരകളും അനുഗ്രഹിക്കട്ടെ. നമസ്തേ. ഓം നമഃ ശിവായ.